ഹലോ മെഗീസ്, അപ്പോൾ ഇന്ന് KCLൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും പോലെ നമുക്കിന്ന് വർക്കുണ്ടായിരുന്നു. 6:45 കളി തുടങ്ങുന്നത്. പക്ഷേ നമ്മളെ അവർ 3:30 തന്നെ വിളിപ്പിച്ച് അവിടെ നിർത്തിയിരുന്നു, പോസ്റ്റാക്കി. അങ്ങനെ 6:45 കളി തുടങ്ങി. കൊച്ചിയുടെ ബാറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ്. പവർ പ്ലേയിൽ നല്ല കളി കളിച്ചു കൊച്ചി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വിക്കറ്റുകൾ വീഴാൻ തുടങ്ങി. അങ്ങനെ 180 റണ്ണിൽ അവർ ഓവർ അവസാനിപ്പിച്ച്. അങ്ങനെ റണ്ണ് 200 മേലെ കിടക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇതൊക്കെ കൊല്ലം അടിപൊളിയായിട്ട് അടിച്ചെടുക്കുമെന്ന്. പക്ഷേ കൊച്ചിയുടെ ബോളിംഗ് നല്ല സ്ട്രെങ്ത് ആയിരുന്നു. അങ്ങനെ അവർ നല്ലതുപോലെ കളിച്ച് വിക്കറ്റൊക്കെ എടുത്ത് പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് എങ്ങാണ്ട് വീഴ്ത്തിയവർ. അങ്ങനെ അവരൊക്കെ വിക്കറ്റ് എടുത്ത് അവർ അടിപൊളിയായിട്ട് കളിച്ച് അവർ ഈ വർഷത്തെ കിരീടം അവർ നേടി. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവർ കിരീടം നേടിയത് നമ്മൾ പിന്നെ സ്റ്റേജും കൊണ്ടോടി ഗ്രൗണ്ടിനകത്ത് സ്റ്റേജൊക്കെ വെച്ച്. അങ്ങനെ പിന്നെ നമുക്കിനി ഇവർ സ്റ്റേജ് വെച്ചപ്പോഴാണ് ഇവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. ഇവർ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ഇതിനെടുത്തും കൊണ്ട് പുറത്ത് വെച്ചിട്ട് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കളി വെച്ചിട്ട് 1.5 മണിക്കൂർ ഇവരെ ഫോട്ടോ എടുപ്പും കണ്ടും കൊണ്ട് അവിടെ നിന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പ അതിൽ പോകേണ്ടത്. ആൾക്കാണെങ്കിൽ ഒട്ടും ചാടയില്ല. ആ സ്റ്റേജിലൊക്കെ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ ചേട്ടാ ഒരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ അതിനെന്താ ബ്രോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ തോളിൽ കൈയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. അങ്ങനെ നമ്മുടെ പെപ്പയുടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.